വിഷൻ 2031 2031 കേരളം എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം കേരളത്തിൻ്റെ ആരോഗ്യരംഗം, അടുത്ത 5 വർഷം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏതൊക്കെ മേഖലകളിലാണ്. വിഷൻ 2031 സെമിനാർ വളരെ 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 മികച്ചൊരു അനുഭവമായിരുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിന് പുറത്തുനിന്നൊക്കെയുള്ള നമ്മുടെ ഹെൽത്ത് എക്സ്പേർട്സ് വന്നു, മലയാളികളായിട്ടുള്ളവർ അവരുടെ ആശയങ്ങൾ പങ്കുവച്ചു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഗവൺമെൻറ് പ്രസൻറ്റ് ചെയ്യാനുള്ളത് അത് പറഞ്ഞു. നമുക്കറിയാം കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം അത് നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി, പിന്നീട് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ, കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആദ്യ സർക്കാരിൻ്റെ കാലം മുതൽ നമ്മുടെ നിയമസഭ പാസാക്കിയ വളരെ വളരെ സുപ്രധാനങ്ങളായിട്ടുള്ള നിയമങ്ങൾ, അപ്പോൾ അതിലൂടെയൊക്കെ നാം ആർജിച്ച സാമൂഹിക മുന്നേറ്റത്തിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ട ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പൊതുജനാരോഗ്യ കാഴ്ചപ്പാടുകൾ രൂപപ്പെട്ടതും പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും വിദ്യാഭ്യാസം, സാർവത്രിക വിദ്യാഭ്യാസ നിയമം, അതുപോലെ ഭൂമിക്ക് മേൽ മനുഷ്യന് അവകാശം, അപ്പോൾ ഭൂപരിഷ്കരണ നിയമമൊക്കെ ഉൾപ്പെടെ അങ്ങനെയുള്ള നിയമങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ, വിദ്യാഭ്യാസം, എല്ലാവർക്കും വിദ്യാഭ്യാസം, അങ്ങനെയുള്ളൊരു ഇവോൾവ് ചെയ്തൊരു സംവിധാനമാണ് കേരളത്തിൻ്റേത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ ഇപ്പം പൊതുജനാരോഗ്യ സൂചികകൾ രാജ്യത്തെ ഏറ്റവും മികച്ചതാണ്, രാജ്യാന്തര തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്നതാണ് കേരളത്തിൻ്റെ ആരോഗ്യ സൂചകങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് ഇനി കേരളത്തിൻ്റെ വെല്ലുവിളികൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചാൽ, വളരെ ബ്രോഡായി നമുക്ക് രണ്ടായിട്ട് അതിനെ കാണാം. ഒന്ന്, കേരള സമൂഹത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികൾ. അത് തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവ, അങ്ങനെയുള്ള ആരോഗ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ താഴെ ഒട്ടേറെ ഘടകങ്ങൾ നമുക്ക് എഴുതാം. ഒന്ന്, ഞാൻ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണം പറയാം. രണ്ട്, കേരളം ഒരു വലിയ നഗരം പോലെയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്കൊരു അർബൻ റൂറൽ ഡിവൈഡ് ഇല്ല. അത് കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു പകർച്ചവ്യാധിയെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് പകരാനിടയുള്ള ഒരു സമൂഹമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സൂണോട്ടിക് ഡിസീസസ്, ജന്തുജന്യ രോഗങ്ങൾ ധാരാളമായിട്ടുണ്ടാകാനുള്ള സാധ്യത ഉള്ള ഒരു കാലഘട്ടമാണ് എന്ന് ലോകത്ത് ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ ആദ്യം പറഞ്ഞതിനോട് ചേർത്ത് മോബിഡിറ്റീസ് കുറയ്ക്കുക, ആരോഗ്യം ഉറപ്പാക്കുക, നമ്മുടെ ഒരു അച്ചീവ്മെൻ്റ് കൂടിയാണ്. എന്താണ്, നമുക്ക് ആയുർദൈർഘ്യം കൂടുതലാണല്ലോ. ഇപ്പോൾ സീനിയർ സിറ്റിസൺസ് 5-ൽ ഒരാളെ എടുത്താൽ ഒരാൾ മുതിർന്ന പൗരനാണ്, സീനിയർ സിറ്റിസൺ ആണ്. അപ്പോൾ അങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള ഒരു ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ വളരെ ബ്രോഡറായിട്ടുള്ള, അതിൻ്റെ കീഴിലും ഒരുപാട് ഘടകങ്ങൾ ഉണ്ട്. അത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. പരസ്പര ബന്ധിതമാണ് ഇത് രണ്ടും. എന്നിരുന്നാലും ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 2 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസിൻ്റെ സർവേസ് ഉണ്ട്. അതാണ് നമ്മൾ രാജ്യത്ത് ആധികാരികമായിട്ട് കാണുന്നത്. അതിൽ 75ാമത് സർവേയും 79ാമത് സർവേയും കൂടെ നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഈ 10 വർഷത്തെ കാര്യം ചോദിച്ചില്ലേ, അതായത് 10 വർഷം മുൻപ് 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ആർദ്രം എന്നൊരു മിഷൻ രൂപീകരിച്ചത്. ആർദ്ര മിഷനിലൂടെ വാസ്തവത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അടിസ്ഥാന സൗകര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചികിത്സകൾ വികേന്ദ്രീകരിക്കപ്പെട്ടു. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഘട്ടത്തിൽ മെഡിക്കൽ കോളേജുകളിൽ മാത്രം ലഭ്യമായിരുന്ന കാർഡിയോളജി, സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ജില്ലാതലത്തിൽ നമുക്കിന്ന് ലഭ്യമാകും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇടുക്കിയിലായിരുന്നു ഇനി നമുക്ക് കാത്ത് ലാബ് ഇല്ലാതിരുന്നത്. അവിടെ നമുക്ക് കാത്ത് ലാബ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. അടിമാലിയിലാണ് ആദ്യം, ഇടുക്കി മെഡിക്കൽ കോളേജിലുമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും നമ്മൾ 2-3 മാസത്തിനുള്ളിൽ അതും സാധ്യം. അപ്പോൾ 14 ജില്ലകളിലും കാത്ത് ലാബുള്ള ജില്ലയായിട്ട് മാറും. അപ്പോൾ വികേന്ദ്രീകരിക്കപ്പെടുകയാണ്. ഹൈ റേഞ്ചിൽ നിന്ന് ആംബുലൻസുകൾ വഴിയൊരുക്കി പോലീസ് ഇടപെട്ടുകൊണ്ട് താഴെ എത്തി ആശുപത്രിയിൽ കാർഡിയോളജി ഉള്ളിടത്ത് ആളുകളെ കാണിക്കുന്നിടത്ത് ഹൈ റേഞ്ചിൽ തന്നെ നമുക്ക് ഹൃദ്രോഗ ചികിത്സ, ഹൈ റേഞ്ച് മാത്രമല്ല തീരദേശമാണെങ്കിലും എല്ലാ ജില്ലകളിലും
അത് സാധ്യമാക്കുക. ഞാൻ പറഞ്ഞത് ചികിത്സകൾ വികേന്ദ്രീകരിക്കപ്പെട്ടു, സൗകര്യങ്ങൾ ഇപ്പം നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയർ സംവിധാനം അത് വലിയ രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മെഡിക്കൽ കോളേജുകളിലും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ഫലമായി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ 75ാമത്തെ സർവേയിൽ നമ്മളൊരു കണക്ക് നോക്കുമ്പോൾ റൂറൽ മേഖലയിലും അർബൻ മേഖലയിലും നഗരത്തിലും ഗ്രാമത്തിലും എത്ര ഒരു കുടുംബത്തിന് ചിലവാകുമായിരുന്നു ഒരു വർഷം എന്ന് നോക്കിയാൽ റൂറൽ മേഖലയിൽ 17,000 ചില്ലുവാനും അർബൻ നഗരമേഖലയിൽ 23,000 ചില്ലുവാനും രൂപ. എന്നാൽ 79ാമത്തെ സർവേ പ്രസിദ്ധീകരിച്ചത് 2024 79ാമത്തെ സർവേ. ആ സർവേയിൽ പറയുന്നു റൂറൽ മേഖലയിൽ നേരത്തെ ഉള്ള 17,000 എന്നുള്ളത് 10,000 കുറഞ്ഞു. നഗരമേഖലയിൽ 23,000 എന്നുള്ളത് 13,000 കുറഞ്ഞു. അപ്പോൾ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറിൽ കുറവുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇനിയും കുറയ്ക്കണമെന്നുള്ളത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഉള്ളത് കേരളത്തിലാണ്. അതിനൊരു കാരണം നമ്മുടെ ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ വളരെ കൂടുതലാണ് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് പറയാനുണ്ട്. തീർച്ചയായിട്ടും ഇത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ ഈ അടുത്ത 5 വർഷം അതിൻ്റെ ഒരു അടുത്ത തലത്തിലേക്ക് മാറിക്കൊണ്ട് അത് നടത്തുക എന്നുള്ളതാണ്.